പ്രഭാഷകൻ അധ്യായം 21. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തലവാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിലെരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി വിനസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവൻ്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറന്തള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദമുളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതു കൈയിൽ വിലങ്ങ് പോലെയുമാണ്. ഭോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതു കൈയിൽ വള പോലെയുമാണ്. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവ്വം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാരസമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. പ്രഭാഷകൻ അധ്യായം 22. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിൻ്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ
ഉണർത്തുന്നത് പോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക, അവൻ്റെ പ്രകാശം അണഞ്ഞുപോയി. ഭോഷനെ ഓർത്ത് കരയുക, അവൻ്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഭോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവൻ്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിൻ്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകെട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏതു വിപൽസന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രഭാഷകൻ അധ്യായം 23. എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പിതാവും ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുതേ. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശമനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത്.
നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവൻ്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശബ്ദമുണ്ട്. യാക്കോബിൻ്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്തൊരിക്കലും പക്വത നേടുകയില്ല. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അതറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതൻ്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. പ്രഭാഷകൻ അധ്യായം 24. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതൻ്റെ സഭയിൽ അവൾ വായ് തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന് മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞുപോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എൻ്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിൻ്റെ പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി.
എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമർപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമർപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറൂസലേമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർ ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവ് മരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്കം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു. എൻ്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എൻ്റെ മുകളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിൻ്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിഷോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എൻ്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിൻ്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. പ്രഭാഷകൻ അധ്യായം 25. എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷമുളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരജോടിയവൻ്റെ വിവേകവും വയോവൃദ്ധൻ്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ
വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10ാമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായ ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവൻ്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലിയതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയുമരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. Chapter 21. My son, if you have sinned, do so no more, and for your past sins pray to be forgiven. Flee from sin as from a serpent that will bite you if you go near it. Its teeth are lion's teeth, destroying the souls of men. Every offense is a two-edged sword. When it cuts, there can be no healing. Violence and arrogance wipe out wealth. So too a proud man's home is destroyed. Prayer from a poor man's lips is heard at once, and justice is quickly granted him. He who hates correction walks the sinner's path, but he who fears the Lord repents in his heart. Widely known is the boastful speaker, but the wise man knows his own faults. He who builds his house with another's money is collecting stones for his funeral mound. A band of criminals is like a bundle of tow. They will end in a flaming fire. The path of sinners is smooth stones that end in the depths of the nether world. He who keeps the law controls his impulses. He who is perfect in fear of the Lord has wisdom. He can never be taught who is not shrewd, but one form of shrewdness is thoroughly bitter. A wise man's knowledge wells up in a flood, and his counsel like a living spring. A fool's mind is like a broken jar. No knowledge at all can it hold. When an intelligent man hears words of wisdom, he approves them and adds to them. The wanton hears them with scorn and casts them behind his back. A fool's chatter is like a load on a journey, but there is charm to be found upon the lips of the wise. The views of a prudent man are sought in an assembly, and his words are considered with care.
Like a house in ruins is wisdom to a fool. The stupid man knows it only as inscrutable words. Like fetters on the legs is learning to a fool, like a manacle on his right hand. A fool raises his voice in laughter, but a prudent man at the most smiles gently. Like a chain of gold is learning to a wise man, like a bracelet on his right arm. The fool steps boldly into a house, while the well-bred man remains outside. A boor peeps through the doorway of a house, but a cultured man keeps his glance cast down. It is rude for one to listen at a door. A cultured man would be overwhelmed by the disgrace of it. The lips of the impious talk of what is not their concern, but the words of the prudent are carefully weighed. Fools' thoughts are in their mouths, wise men's words are in their hearts. When a godless man curses his adversary, he really curses himself. A slanderer besmirches himself and is hated by his neighbors. Chapter 22. The sluggard is like a stone in the mud. Everyone hisses at his disgrace. The sluggard is like a lump of dung. Whoever touches him wipes his hands. An unruly child is a disgrace to its father. If it be a daughter, she brings him to poverty. A thoughtful daughter becomes a treasure to her husband. A shameless one is her father's grief. A hussy shames her father and her husband. By both she is despised. Like a song in time of mourning is inopportune talk, but lashes and discipline are at all times wisdom. Teaching a fool is like gluing a broken pot, or like disturbing a man in the depths of sleep. He talks with a slumberer who talks with a fool, for when it is over he will say, "What was that?" Weep over the dead man, for his light has gone out. Weep over the fool, for sense has left him. Weep but a little over the dead man, for he is at rest. But worse than death is the life of a fool. 7 days of mourning for the dead, but for the wicked fool a whole lifetime. Speak but seldom with a stupid man. Be not the companion of a brute. Beware of him, lest you have trouble and be spattered when he shakes himself. Turn away from him, and you will find rest, and not be wearied by his lack of sense. What is heavier than lead, and what is its name but fool? Sand and salt and an iron mass are easier to bear than a stupid man. Masonry bonded with wooden beams is not loosened by an earthquake, neither is a resolve constructed with careful deliberation shaken in a moment of fear. A resolve that is backed by prudent understanding is like the polished surface of a smooth wall. Small stones lying on an open height will not remain when the wind blows. Neither can a timid resolve based on foolish plans withstand fear of any kind. One who jabs the eye brings tears. He who pierces the heart bears its feelings. He who throws stones at birds drives them away, and he who insults a friend breaks up the friendship. Should you draw a sword against a friend, despair not, it can be undone. Should you speak sharply to a friend, fear not, you can be reconciled. But a contemptuous insult, a confidence broken, or a treacherous attack will drive away any friend. Make fast friends with a man while he is poor. Thus will you enjoy his prosperity with him. In time of trouble remain true to him, so as to share in his inheritance when it comes. Before flames burst forth and oven smokes, so does abuse come before bloodshed. From a friend in need of support no one need hide in shame, but from him who brings harm to his friend all will stand aloof who hear of it. Who will set a guard over my mouth, and upon my lips an effective seal, that I may not fall through them, that my tongue may not destroy me? Chapter 23. Lord, Father and Master of my life, permit me not to fall by them, who will apply the lash to my thoughts, to my mind the rod of discipline, that my failings may not be spared, nor the sins of my heart overlooked, lest my failings increase, and my sins be multiplied, lest I succumb to my foes, and my enemy rejoice over me. Lord, Father and God of my life, abandon me not into their control. A brazen look allow me not.
Ward off passion from my heart. Let not the lustful cravings of the flesh master me. Surrender me not to shameless desires. Give heed, my children, to the instruction that I pronounce, for he who keeps it will not be enslaved. Through his lips is the sinner ensnared. The railer and the arrogant man fall thereby. Let not your mouth form the habit of swearing, or becoming too familiar with the holy name. Just as a slave that is constantly under scrutiny will not be without welts, so one who swears continually by the holy name will not remain free from sin. A man who often swears heaps up obligations. The scourge will never be far from his house. If he swears in error, he incurs guilt. If he neglects his obligation, his sin is doubly great. If he swears without reason, he cannot be found just, and all his house will suffer affliction. There are words which merit death. May they never be heard among Jacob's heirs. For all such words are foreign to the devout who do not wallow in sin. Let not your mouth become used to coarse talk, for in it lies sinful matter. Keep your father and mother in mind when you sit among the mighty, lest in their presence you commit a blunder and disgrace your upbringing by wishing you had never been born or cursing the day of your birth. A man who has the habit of abusive language will never mature in character as long as he lives. 2 types of men multiply sins, a third draws down wrath. For burning passion is a blazing fire, not to be quenched till it burns itself out. A man given to sins of the flesh, who never stops until the fire breaks forth, the rake to whom all bread is sweet, and who is never through till he dies, and the man who dishonors his marriage bed and says to himself, Who can see me? Darkness surrounds me, walls hide me, no one sees me, why should I fear to sin? Of the Most High he is not mindful, fearing only the eyes of men. He does not understand that the eyes of the Lord, 10,000 times brighter than the sun, observe every step a man takes and peer into hidden corners. He who knows all things before they exist still knows them all after they are made. Such a man will be punished in the streets of the city. When he least expects it, he will be apprehended. So also with the woman who is unfaithful to her husband, and offers as heir her son by a stranger. First, she has disobeyed the law of the Most High. Secondly, she has wronged her husband. Thirdly, in her wanton adultery, she has borne children by another man. Such a woman will be dragged before the assembly, and her punishment will extend to her children. Her children will not take root. Her branches will not bring forth fruit. She will leave an accursed memory. Her disgrace will never be blotted out. Thus all who dwell on the earth shall know, and all who inhabit the world shall understand, that nothing is better than the fear of the Lord, nothing more salutary than to obey his commandments. Chapter 24. Wisdom sings her own praises. Before her own people she proclaims her glory. In the assembly of the Most High she opens her mouth. In the presence of his hosts she declares her worth. From the mouth of the Most High I came forth, and mist-like covered the earth. In the highest heavens did I dwell, my throne on a pillar of cloud. The vault of heaven I compassed alone, through the deep abyss I wandered. Over waves of the sea, over all the land, over every people and nation I held sway. Among all these I sought a resting place, in whose inheritance should I abide. Then the Creator of all gave me his command, and he who formed me chose the spot for my tent, saying, In Jacob make your dwelling, in Israel your inheritance. Before all ages, in the beginning he created me, and through all ages I shall not cease to be. In the holy tent I ministered before him, and in Zion I fixed my abode. Thus in the chosen city he has given me rest, in Jerusalem is my domain. I have struck root among the glorious people, in the portion of the Lord his heritage. Like a cedar on Lebanon I am raised aloft, like a cypress on Mount Hermon, like a palm tree in En-gedi, like a rose bush in Jericho.
like a fair olive tree in the field, like a plane tree growing beside the water, like cinnamon or fragrant balm or precious myrrh, I give forth perfume. Like galbanum and onycha and sweet spices, like the odor of incense in the holy place. I spread out my branches like a terebinth, my branches so bright and so graceful. I bud forth delights like the vine, my blossoms become fruit fair and rich. Come to me, all you that yearn for me, and be filled with my fruits. You will remember me as sweeter than honey, better to have than the honeycomb. He who eats of me will hunger still, he who drinks of me will thirst for more. He who obeys me will not be put to shame, he who serves me will never fail. All this is true of the book of the Most High's covenant, the law which Moses commanded us as an inheritance for the community of Jacob. It overflows like the Pishon with wisdom, like the Tigris in the days of the new fruits. It runs over like the Euphrates with understanding, like the Jordan at harvest time. It sparkles like the Nile with knowledge, like the Gihon at vintage time. The first man never finished comprehending wisdom, nor will the last succeed in fathoming her. For deeper than the sea are her thoughts, her counsels than the great abyss. Now I, like a rivulet from her stream, channeling the waters into a garden, said to myself, I will water my plants, my flower bed I will drench. And suddenly this rivulet of mine became a river, then this stream of mine a sea. Thus do I send my teachings forth, shining like the dawn, to become known afar off. Thus do I pour out instruction like prophecy, and bestow it on generations to come. Chapter 25. With 3 things I am delighted, for they are pleasing to the Lord and to men, harmony among brethren, friendship among neighbors, and the mutual love of husband and wife. 3 kinds of men I hate, their manner of life I loathe indeed, a proud pauper, a rich dissembler, and an old man lecherous in his dotage. What you have not saved in your youth, how will you acquire in your old age? How becoming to the gray-haired is judgment, and the knowledge of counsel to those on in years. How becoming to the aged is wisdom, understanding, and prudence to the venerable. The crown of old men is wide experience, their glory the fear of the Lord. There are 9 who come to my mind as blessed, a 10th whom my tongue proclaims, the man who finds joy in his children, and he who lives to see his enemies' downfall. Happy is he who dwells with a sensible wife, and he who plows not like a donkey yoked with an ox. Happy is he who sins not with his tongue, and he who serves not his inferior. Happy is he who finds a friend, and he who speaks to attentive ears. He who finds wisdom is great indeed, but not greater than he who fears the Lord. Fear of the Lord surpasses all else, its possessor is beyond compare. Worst of all wounds is that of the heart, worst of all evils is that of a woman. Worst of all sufferings is that from one's foes, worst of all vengeance is that of one's enemies. No poison worse than that of a serpent, no venom greater than that of a woman. With a dragon or a lion I would rather dwell than live with an evil woman. Wickedness changes a woman's looks, and makes her sullen as a female bear. When her husband sits among his neighbors, a bitter sigh escapes him unawares. There is scarce any evil like that in a woman. May she fall to the lot of the sinner. Like a sandy hill to aged feet is a railing wife to a quiet man. Stumble not through woman's beauty, nor be greedy for her wealth. The man is a slave in disgrace and shame when a wife supports her husband. Depressed mind, saddened face, broken heart, this from an evil wife. Feeble hands and quaking knees, from a wife who brings no happiness to her husband. In woman was sin's beginning, and because of her we all die. Allow water no outlet, and be not indulgent to an erring wife. If she walks not by your side, cut her away from you.